ഫൈനൽ ഡിസിഷൻ അറിഞ്ഞേ തീരൂ. ഞാൻ നിന്റെ വീടിൻ്റെ പുറത്തുണ്ട് ഐവി. ഹലോ, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞ ഐവി. ഞാൻ പറഞ്ഞില്ലേ വരുൺ, പാരൻസിന്റെ മുന്നിൽ നാണം കേടാൻ എനിക്ക് വയ്യ. എന്തൊക്കെയാ നിന്റെ പേരൻസിന്റെ ഡിമാൻഡ്സ്? അതൊന്നും നീ ഇനി അറിയണ്ട. ഇതെന്റെ ഫൈനൽ ഡിസിഷനാണ്. ദൈവത്തെ ഓർത്ത് നീ ശല്യം ചെയ്യരുത്. പ്ലീസ് ലീവ് മീ അലോൺ. ദയവ് ചെയ്ത് ഇനി എന്നെ വിളിക്കരുത്. നീ അന്ന് പറഞ്ഞത് ഹിന്ദുവായോണ്ടാണ് ബ്രേക്കപ്പ് ചെയ്യുന്നതെന്ന്. ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും നീ എൻ്റെ കൂടെ കടന്നപ്പോഴും എല്ലാം ഞാൻ ഹിന്ദുവാ. ഇനി നീ ആരെ പ്രേമിച്ചാലും പുതിയൊരുത്തും നിന്നെ തൊട്ടാലും നിനക്ക് എന്നെ ഓർമ്മ വരൂ. വരുൺ, വി ആർ ഡൺ. പറയടി, എന്താ മോളെ ബിസി? ആ വരുണായിരുന്നു. അവനെ ഞാനങ്ങ് ഒഴിവാക്കാൻ തീരുമാനിച്ചു. വരുണിനെയോ? അവൻ ഇന്നലെ കൂടെ എന്നെ വിളിച്ചിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചതേ ഉള്ളൂ. അവൻ പാവമില്ലേടി. നീ എന്തിനാ അവനെ അവോയ്ഡ് ചെയ്യുന്നത്? ഇനി കോളേജ് മുഴുവൻ അറിയും ഈ ബ്രേക്കപ്പിനെ കുറിച്ച്. നിനക്കറിയാലോ എനിക്ക് വന്ന ന്യൂ പ്രപ്പോസൽ, ജോൺ മാത്യു. വരുണിനെക്കാളും ഗുഡ് ലുക്കിംഗ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഓക്കെയാണ്. ഞാൻ ഇതിന് സമ്മതിക്കാൻ പോവാ. ഓ, സ്കൂൾ ടൈമിൽ അജീഷ്, പിന്നെ കോളേജിൽ വരുണും, ഇപ്പൊ കേട്ടാൻ ജോൺ മാത്യു. കൊള്ളാം മോളെ. എന്തായാലും കുഴപ്പമില്ല, ഞാൻ വരുണിനെ കട്ട് ചെയ്യാൻ പോവാ. ഒറ്റയടിക്ക് അവളെ റേപ്പ് ചെയ്ത് നശിപ്പിക്കാൻ പാടില്ല. പൊന്മുട്ടയിടുന്ന താറാവിനെ അങ്ങനെ കൊല്ലാൻ പാടില്ലല്ലോ. ഇനി അങ്ങോട്ടുള്ള സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റിന്റെ ചോദനകളെ ഉദ്ദീപിപ്പിക്കുന്ന പ്രചോദനമാണവൾ. എന്റെ മഷി പറ്റാത്ത തൂലിക കൊണ്ട് ഞാൻ അവളെ നിരന്തരം റേപ്പ് ചെയ്യും. അനൗൺസ് ചെയ്തോളൂ, അടുത്ത ആഴ്ച മുതൽ പുതിയ നോവൽ ആരംഭിക്കായി. നോവലിന്റെ പേര് ഒരു ഗസറ്റഡ് യക്ഷി. ഒരു ഗസറ്റഡ് യക്ഷി. ഒരു ഗസറ്റഡ് യക്ഷി. എന്റെ കർത്താവേ, എന്തൊരു പുതുമയുള്ള പേര്, ഒരു ഗസറ്റഡ് യക്ഷി. നന്ദി കോട്ടപ്പുറം, നന്ദി. ഇത്രയ്ക്ക് ടെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതൊരു വൻ സർപ്രൈസ് ആയിപ്പോയി. എന്താ നിന്റെ വരവിന്റെ ഉദ്ദേശം? വെറുതെ ഐവിക്ക് ജീവിതം കൊടുക്കുന്ന മഹാനെ ഒന്ന് കാണാൻ. നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ എനിക്കറിയാം. അതൊരു ക്യാമ്പസ് ഫാസിനേഷൻ ആയിരുന്നു. കൂടിപ്പോയാൽ നീ അവളെ കൊണ്ടുപോയി. ഐവിയുമായിട്ടുള്ള ഓർമ്മകളെല്ലാം ഞാൻ മറന്നു കഴിഞ്ഞു. ഇറ്റ്സ് ഓവർ ഫോർ മീ. ബട്ട് നീ കെട്ടാൻ പോകുന്ന പെണ്ണാണ്. അവളെക്കുറിച്ച് ഇത്ര ചീപ്പായിട്ട് സംസാരിക്കരുത്. നീ എന്താ കല്യാണം മുടക്കാനുള്ള പ്ലാനാണോ? കല്യാണം മുടക്കാനൊന്നും വന്നതല്ല ഞാൻ. പെട്ടെന്ന് നിനക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിന്റെ അവളുടെ റിലേഷൻ തകർക്കാനാ പണ്ട് ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ അവളെ കെട്ടുന്നത് അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, പണം. അത് മാത്രം മനസ്സിൽ കണ്ടിട്ടുണ്ട്. നിനക്കറിയില്ല അവളുടെ പേരിൽ എന്തുമാത്രം സ്വത്തുക്കളാണുള്ളതെന്ന്. അവളെ കെട്ടിയിട്ട് വേണം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് നിർത്തിയിട്ട് അവളുടെ തന്തയുടെ ബിസിനസ് നോക്കി ജീവിതം ആഘോഷിക്കാൻ. പിന്നെ അവളൊരു ഫ്രോഡായിരിക്കാം, ആണേലും നിന്റെ തെളിവൊന്നുമില്ലല്ലോ. എൻ്റെ പാരൻസിൻ്റെ മുന്നിൽ അവൾ നല്ലവളാണ്. ബാക്കിയൊക്കെ കെട്ടിയതിന് ശേഷം ഞാൻ ശരിയാക്കിക്കോളാം. 2 ദിവസം കഴിഞ്ഞ എൻ്റെ മാരേജ്, നിന്നെ അവിടെ കണ്ടുപോയിരുന്നു. ഇത്രയും നേരം നീ എന്നെ ഒരു മണ്ടനായിട്ടാണ് കണ്ടത്. പക്ഷെ ഇനി നീ എന്നെ ഒരു വില്ലനായിട്ട് കാണാൻ പോവാ. ഓടാ. ഇതൊക്കെ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നു? ഞാനിതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ അവൾക്ക് ജീവിതം കൊടുക്കാൻ സമ്മതിച്ചു. നിന്റെ തെളിവുകളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നിന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നെ അവളെ വെറുതെ വിട്ടേക്ക് പ്ലീസ്, പ്ലീസ് വരുൺ. നീ വലിയ ത്യാഗമായിട്ട് സംസാരിക്കല്ലേ. നീ പണത്തിന് വേണ്ടി തന്നെ അവളെ കിട്ടുന്നത്. അതിനിപ്പം നീ എന്താ ചെയ്യാൻ പോകുന്നത്? കല്യാണം മുടക്കാനൊന്നുമല്ല, പേടിക്കണ്ട. പക്ഷെ നിന്റെ കല്യാണത്തിന് വരുന്നവരല്ലേ ഇതറിയണം. നിന്റെ പേരൻസ്, റിലേറ്റീവ്സ്, കസിൻസ്, അങ്ങനെ എല്ലാവരും. അവളെ എനിക്ക് നാണം കെടുത്തണം. ദാറ്റ്സ് ഓൾ. നീ ഇതെങ്ങനെയാ അറിയിക്കാൻ പോകുന്നത്? അതിനെല്ലാം
ഇപ്പോഴല്ലേ ലേറ്റസ്റ്റ് ടെക്നോളജീസ് വാട്സാപ്പും ഫേസ്ബുക്കും. പിന്നെ അവസാനം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഇത് നൂറ് തന്നെ ചെയ്യും. പിന്നെ ഈ കഥയിൽ നായകന്മാരില്ല, ഉള്ളത് വില്ലന്മാർ മാത്രമാണ്. ഈ കാര്യങ്ങളൊന്നും എൻ്റെ പാരൻസിന് അറിഞ്ഞൂടാ. നീ എൻ്റെ വീട്ടുകാരെ നാണം കെടുത്തരുത്. നിനക്ക് അവളെ ഒരിക്കലും കിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ നീ? നിനക്കെന്താ വേണ്ടത് അത് പറ. നീ ഒരു സെറ്റിൽമെന്റ് ചെയ്യും, എന്നാൽ ഞാൻ എൻ്റെ പാട്ടിന് പോയിക്കോളാം. എന്ത് സെറ്റിൽമെന്റ്? 30 lakhs. 30 ലക്ഷം? നീ ഓക്കെ ആണോ? ഇത് ചതിയാണ്. പക്ഷെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ സമ്മതിച്ചു. ഒരു ക്വാർട്ടറിനും ബിരിയാണിക്കും ആളെ തീർക്കുന്ന വ്യക്തികൾ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ നീ ഈ ബ്ലാക്ക് മെയിൽ ഡീലിന് സമ്മതിച്ച്? ഇതെൻ്റെ ലൈഫാണ്. അതിൽ കൂടുതൽ എനിക്ക് നിന്നെ അറിയാം. നീ എന്തേലും വിചാരിച്ചാൽ അത് നീ നടത്തും, അതെങ്ങനെയായാലും. എന്ന് വേണം നിനക്ക് പണം? നിന്റെ കല്യാണത്തിനൊന്ന് രാവിലെ. പണം വാങ്ങിക്കഴിഞ്ഞാൽ നീ ചതിക്കില്ല എന്ന് എന്താ ഉറപ്പ്? എനിക്കൊരു തന്തേ ഉള്ളൂ. ജോൺ മാത്യു, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടി ഈ നിൽക്കുന്ന ഐവിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. സ്വീകരിക്കുന്നു. ഐവി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടി ഈ നിൽക്കുന്ന ജോൺ മാത്യുവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഇല്ല, എനിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ല. कभी कभी जीतने के लिए कुछ हारना पड़ता है और हार कर जीतने वाले को बाजीगर कहते हैं.